ആസാമിലെ ഉൾഫ ഭീകരവാദികളുമായി കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ സമാധാന ഉടമ്പടി ഒപ്പിട്ടു. വടക്കുകിഴക്കൻ മേഖലയുടെ സമാധാനത്തിലെ സുപ്രധാന നീക്കമാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ വ്യക്തമാക്കി. വിവരങ്ങളുമായി നന്ദഗോപൻ ചേരുന്നു. നന്ദൻ, എന്താണ് വിശദാംശങ്ങൾ? പരമാധികാരം പുനഃസ്ഥാപിക്കുക എന്ന ലക്ഷ്യത്തോടെ 1979 സ്ഥാപിതമായ തീവ്രവാദ സംഘടനയാണ് ഉൾഫ എന്നുള്ളത്. ഈ ഉൾഫ എന്ന തീവ്രവാദ സംഘടന ഏതാണ്ട് 4 പതിറ്റാണ്ട് കാലം വലിയ രീതിയിൽ അക്രമങ്ങൾ അടിച്ചുവിട്ടു. മാറി മാറി ഭരിച്ച സർക്കാരിനെ മുൾമുനയിൽ നിർത്തിയ തീവ്രവാദ സംഘടനയാണ് ഉൾഫ എന്നുള്ളത്. ഇപ്പോൾ BJP സർക്കാർ മുൻകൈ എടുത്തുകൊണ്ട് ഉൾഫ തീവ്രവാദികളുമായി കരാറിൽ ഏർപ്പെട്ടിരിക്കുകയാണ്. അതായത് സാമ്പത്തിക പാക്കേജ്, പുതിയ ഭൂമി, അതേപോലെ തന്നെ സംവരണ നടപടികൾ, അസമിലെ തദ്ദേശീയ സമൂഹങ്ങൾക്കുള്ള അവകാശങ്ങൾ, അതേപോലെ തന്നെ പൗരത്വ പട്ടികയുടെ അവലോകനം എന്നിവ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഒരു സമാധാന കരാറിൽ ഇപ്പോൾ സർക്കാർ ഏർപ്പെട്ടിരിക്കുന്നത്. BJP സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം വലിയ നേട്ടം എന്ന് വേണം ഇതിനെ വിശേഷിപ്പിക്കുവാൻ. പ്രത്യേകിച്ച് കഴിഞ്ഞ കാലഘട്ടങ്ങളിലുള്ള സർക്കാരുകളൊക്കെ തന്നെ പഠിച്ച പണി 18 ശ്രമിച്ചിട്ടും ഉൾഫ തീവ്രവാദികളെ മുട്ടുകുത്തിക്കാൻ കഴിഞ്ഞില്ല. എന്നാൽ അമിത്ഷായുടെ നേതൃത്വത്തിലുള്ള ആഭ്യന്തര വിഭാഗം കൃത്യമായി തന്നെ ഇടപെട്ടുകൊണ്ട് ഇപ്പോൾ ഉൾഫ തീവ്രവാദികൾ അവരുമായി കരാറിൽ ഏർപ്പെട്ടിരിക്കുന്നു. ആ കരാറിന്റെ ഈ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ ഇനിയും പുറത്തു വരേണ്ടിയിരിക്കുന്നു. ഇതിനാൽ തന്നെയും ലഭ്യമായ വിവരങ്ങൾ അനുസരിച്ച് ഉൾഫ തീവ്രവാദികൾക്ക് അല്ലെങ്കിൽ അതിൽ നിന്നും മോചിതരായവർക്ക് പ്രത്യേക സാമ്പത്തിക പാക്കേജും അതേപോലെ തന്നെ ഭൂമി സംവരണ നടപടികളും ഒക്കെ തന്നെ പ്രഖ്യാപിച്ചതായിട്ടുള്ള സൂചനകളാണ് ലഭിക്കുന്നത്. മാത്രമല്ല, ഒരു സാമ്പത്തിക പാക്കേജ് പ്രദേശത്തിന്റെ ഈ ആശങ്കകൾ മറികടക്കുവാൻ, അതായത് ഇതിൽ നിന്നും പുറത്തു വന്ന ഈ തീവ്രവാദ സംഘടനയിൽ നിന്നും പുറത്തു വന്നവർക്ക് പ്രത്യേക സാമ്പത്തിക പാക്കേജും അതേപോലെ തന്നെ സംവരണം അടക്കം ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഇതുമായി ബന്ധപ്പെട്ട കരാറിൽ ഏർപ്പെട്ടിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിശദാംശങ്ങൾ ലഭിക്കേണ്ടിയിരിക്കുന്നു.